മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. അമ്മക്കിളിക്ക് സുഖം. മക്കളി പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുവിടാൻ ആരും മറന്നു പോകരുത്. അമ്മക്കിളി തിരിച്ചും പറയത്തില്ല. ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? നല്ല സംസാരിക്കണമെന്ന് വിചാരിച്ചാ പോകുന്നത്, പക്ഷെ അവിടെ എങ്ങനെ സംസാരിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. എന്റെ മക്കൾ നമുക്കിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഈസ്റ്റർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വേറൊരു വലിയൊരു സന്തോഷം എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോയുണ്ട്, നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഷോ. പുള്ളി ഏത് പരിപാടി നടത്തിയാലും എല്ലാവരും അത് നല്ല ഇൻട്രസ്റ്റോടെ കാണുന്നതാണ്. അതേപോലെ തമിഴ്നാട്ടിലെ വിജയ് ടിവിയില് ഒരു പ്രോഗ്രാം ഉണ്ട്, നീയാ ഞാനാ. മിസ്റ്റർ ഗോപിനാഥ് നടത്തുന്ന ഒരു ഷോ ഉണ്ട്. ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മിസ്റ്റർ ഗോപിനാഥ് ഇവിടെ വാൻകോവറിൽ വരുന്നുണ്ട്. ആ പ്രോഗ്രാമില് പാർട്ടിസിപ്പന്റ് ആയിട്ട് ഞാനും പോകുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ മോള്, ഞങ്ങൾ രണ്ടുപേരും അതിന് സെലക്ട് ആയിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നില്ല. കാര്യം അത്ര ആൾക്കാർ റെഡി ആയിരിക്കണം. ഇവിടെ റെഡിയാണ്, പക്ഷെ ഞങ്ങൾ ആ ഒരു മെസ്സേജ് വന്നോണ്ട് ഞങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്തു. ഞങ്ങളുടെ ഓഡീഷൻ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ആയി കേട്ടോ. അത് വലിയൊരു സന്തോഷമാണ്. കാര്യം അതിലൊക്കെ സംസാരിക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടുന്നതിന് വലിയൊരു സന്തോഷം. ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല. തമിഴിലാണ് പ്രോഗ്രാം. എനിക്ക് തമിഴ് അറിയാം. കാര്യം ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ ജീവിച്ചാൽ തമിഴ് നന്നായി അറിയാം. ഇപ്പൊ ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല. തമിഴ് വന്ന് നമ്മുടെ മലയാളം പോലൊക്കെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ലാംഗ്വേജ് ഒന്നും മനസ്സിലാകാരില്ല, എല്ലാവർക്കും മനസ്സിലാകും. പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാം. നീയാ ഞാൻ. ആ പ്രോഗ്രാം മിസ്റ്റർ ഗോപിനാഥ്, പുള്ളിയുടെ ഭയങ്കര ഫേമസ് ആണ് ആ ഒരു പ്രോഗ്രാം. ആ പുള്ളിയോടുകൂടി നമുക്ക് ഡിബേറ്റിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നവര് ടിക്കറ്റ് ഉടനെ തന്നെ എടുക്കുക, വരാൻ ശ്രമിക്കുക. എനിക്ക് ഒരു ചാൻസ് കിട്ടിയത് ഞാൻ വളരെയധികം സന്തോഷിതനാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, എന്റെ കൂടെ എന്റെ മോളും വരുന്നുണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടാണ് ശരിക്കും അവിടെ ആർഗ്യുമെന്റ് നടക്കാൻ പോകുന്നത്. കാര്യം രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ്. എന്താ വിഷയം എന്നറിയാമോ? സ്വന്തം നാട്ടിലാണോ സന്തോഷം, ഇല്ല വന്ന നാട്ടിലാണോ സന്തോഷം? ഇതാണ് അതിന്റെ ഹെഡിങ്. അപ്പൊ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പറ്റുന്നവർ, ഇവിടെ ഉള്ളവര് അത് ടിക്കറ്റ് എടുത്ത് പറ്റുന്നവർ നോക്കുക. അപ്പൊ ഇതൊരു സന്തോഷ വാർത്ത എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. നല്ല സംസാരിക്കണമെന്ന് വിചാരിച്ചാ പോകുന്നത്, പക്ഷെ അവിടെ എങ്ങനെ സംസാരിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാന്നേ ഉള്ളൂ. 1000 പേരാണ് ഓഡിയൻസ്. അപ്പൊ അത്രയും വലിയൊരു പ്രോഗ്രാമാണ്. തമിഴിൽ ഞാൻ അതിന്റെ ഹെഡിങ് പറയാം. சொந்த ஊரில் சந்தோஷமா இல்ல வந்த ஊர்ல சந்தோஷமா? இதுதான் நம்ம விஜய் டிவி புகழ்பெற்ற நீயா நானா கோபிநாதோட நாங்க எல்லாம் உரையாட போறது இதுதான். இந்த சப்ஜெக்ட்ல தான் நாங்க பேச போறோம். ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് മിസ്റ്റർ ശക്തി കൃഷ്ണ ആൻഡ് മിസ്റ്റർ അരവിന്ദ്. ഇവരാണ് നമുക്കെല്ലാ ഏർപ്പാടും അഡ്വർടൈസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞു, അതിൻ്റെ വിശേഷങ്ങളാണ് ഇതിന് കൂടെ ചേർത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നതല്ല, ഞങ്ങൾ മൊത്തം 30 പേരാണ് പാർട്ടിസിപ്പൻസ്. ഒരു സൈഡിൽ 15, ഇപ്പുറത്തെ സൈഡിൽ 15. അങ്ങനെ റിഹേഴ്സൽ ഒരു വിധത്തിൽ കഴിഞ്ഞത്. എൻ്റെ മോളാണ് സംസാരിക്കുന്നത്. വീഡിയോ അവർ റിലീസ് ചെയ്യത്തില്ല. വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ റിലീസ് ചെയ്യത്തില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകും. അതുകൊണ്ട് ഫോട്ടോസ് മാത്രമാണ് നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. റിഹേഴ്സൽ നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. നല്ല നീറ്റായി ചെയ്തിരുന്നു. ഞങ്ങളെല്ലാവരും സംസാരിച്ചു. നമുക്ക് യൂട്യൂബിൽ ഇടാൻ അനുവാദം ഉണ്ടോയെന്ന് അറിയത്തില്ല. അതിന് നമുക്ക് അവിടെ ചോദിക്കണം. അതിന് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട്, ഇത് പബ്ലിക് ഷോ അല്ലേ, നമുക്കവിടെ വീഡിയോ എടുക്കാനൊന്നും അനുവാദമില്ല. അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. എല്ലാവരും വാങ്ങ, നമുക്ക് പ്രോഗ്രാം കാണാം. വീഡിയോസ് കാണണം. ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ. അമ്മക്കിളി നിർത്തട്ടെ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അടുത്ത്.